ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിലാണ് പോകുന്നത്. അതായത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും സംഭവിക്കട്ടെ, ഞാൻ എൻ്റെ ആ ഒരു വഴിയിൽ കൂടെ തന്നെ പോകും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിൽ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഇവർ രണ്ട് സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇമോഷണലി വളരെയധികം ഡിസ്റ്റർബാണ് ഇവർ. അതായത് രണ്ട് സിറ്റുവേഷൻ, അതായത് ഒരാൾ നിങ്ങളാണെങ്കിൽ ഒന്ന് അതർ സിറ്റുവേഷൻ അവരുടെ ഫാമിലി ആയിരിക്കാം, ഇല്ലെങ്കിൽ കാസ്റ്റ് കൾച്ചർ അങ്ങനെ എന്തെങ്കിലും അതർ സിറ്റുവേഷൻ ഇവർക്കുണ്ടായിരിക്കും. അങ്ങനെ രണ്ട് സിറ്റുവേഷനിലും ഭയങ്കരമായിട്ട് ജഗിൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇമോഷണലി ഇവർ വിഡ്രോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 100% തേർഡ് പാർട്ടി റിലീസായി പോകുന്നതായിട്ടാണ് കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയെ റിലീസ് ചെയ്യാനുള്ള തീരുമാനം എടുത്തേക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടെലിപ്പതിക്കലി ഒത്തിരി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങൾക്ക് നേരെ ജസ്റ്റിസ് നടക്കാൻ പോകുന്നതായിട്ടാണ് കാർഡുകൾ പറയുന്നത്. അപ്പോൾ കുറേ സമയമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി നിങ്ങൾക്ക് നേരെ ജസ്റ്റിസ് ഉണ്ടാവാൻ പോകുകയാണ്. ദേവിയുടെ സഹായവും ഡിവൈൻ്റെ സഹായവും എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഉണ്ട് ദൈവത്തിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇനി ന്യായം നടക്കാൻ പോകുകയാണ്. ഇവിടെ ഇന്ന് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ട്രൂ ലവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയായിരിക്കും എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫേവറിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവരുടെ. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുമോ, നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമോ, അപ്പോഴെല്ലാം ആരുടെയെങ്കിലും ഒരു കണ്ണുപെടും. പിന്നെ വീണ്ടും നിങ്ങൾ പിണങ്ങും, വഴക്കിട്ട് സെപ്പറേഷനിലാകും. ഇവിടെ ഏതോ ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നത് അവർക്കൊട്ടും തന്നെ ഇഷ്ടമില്ല. അവരുടെ ആ ഒരു മോശം ദൃഷ്ടി നിങ്ങളുടെ മേൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതോ ഒരു വ്യക്തിയുടെ കറുത്ത ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണമെന്നാണ്. പക്ഷേ ആ ഒരു വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളും ഇവരും തമ്മിൽ ഒന്നാവണമെന്ന്. അത് കാരണമാണ് ഒന്നായാലും വീണ്ടും നിങ്ങൾ പിണങ്ങുന്നതും വഴക്കിടുന്നതും സെപ്പറേഷൻ ആകുന്നതും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എല്ലാ അർത്ഥത്തിലും നോക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഹീലാക്കുവാൻ വേണ്ടിയും എല്ലാ പ്രോബ്ലംസും സോൾവ് ആക്കുവാൻ വേണ്ടിയും. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം വീണ്ടും ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് പെർമനൻറ്റ് യൂണിയനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം പവറിലാണ് ഉള്ളത്. അവർ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് മാത്രമായിരിക്കും എടുക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു തരത്തിലും നിങ്ങളെ വിട്ടുകളയുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള കപ്പിളാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് യൂണിയനിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. സെപ്പറേഷനിലാണ് എങ്കിൽ റീയൂണിയൻ ആവാൻ ആഗ്രഹിക്കുന്നു. പെർമനൻ്റായിട്ട് റീയൂണിയൻ ആവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് വീണ്ടും കുറച്ച് ദിവസം വന്ന് വീണ്ടും സെപ്പറേഷനായി അങ്ങനെ അല്ല, പെർമനൻ്റായിട്ട് നിങ്ങളുമായിട്ട് യൂണിയനിലാവണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ യൂണിയൻ ആയിക്കൊണ്ടിരിക്കുകയാണ് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിൻ്റെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും യൂണിയൻ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവിടെ നിങ്ങൾ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് പ്രോബ്ലം വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് പ്രശ്നം വരും. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയും നിങ്ങളോട് പറയും, ഫാമിലി സമ്മതിക്കുന്നില്ല, ഫാമിലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങളോട് പറയും ഇവർ. നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ പേടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ സ്റ്റക്ക് സിറ്റുവേഷനിലാക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പേടിച്ച് നിങ്ങളെ സ്റ്റക്ക് സിറ്റുവേഷനിലാക്കി ഇവർ പറയും, കുറച്ച് സമയം എനിക്ക് തരൂ, എനിക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിങ്ങളെ സ്റ്റക്ക് സിറ്റുവേഷനിലാക്കും പേടിച്ചിട്ട്. ഇവിടെ 3 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 3 hours അല്ലെങ്കിൽ 3 ദിവസത്തെ ആ ഒരു എനർജി ആയിരിക്കും ഇവിടെ പറയുന്നത്. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നതാണ് ഈ ഒരു എനർജി. ചില ആൾക്കാർക്ക് 30 മണിക്കൂറിനുള്ളിൽ റെസൊണേറ്റ് ആകുന്നതാണ്.
ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്ന 999ൻ്റെ ഒരു വൈബ്രേഷനാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് കാർമിക് റിലീസാകും, തേർഡ് പാർട്ടി റിലീസാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഉറപ്പായിട്ടും ഡിവൈനിൻ്റെ ഗൈഡൻസ് കിട്ടുന്നതാണ്. ശരിയായ ഒരു വഴി ഇവർക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഡിവൈൻ ഇവരെ ഗൈഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കും ക്ലാരിറ്റി കിട്ടുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോയിലൂടെ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നതിൽ എല്ലാവർക്കും ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.